ഇവിടെ ജ്ഞാനം എന്താണ് പറയുന്നത്? അധിഷ്ഠാന സ്വരൂപമാണ് ഇതെല്ലാം, ദ്രഷ്ടാവിന്റെ സ്വരൂപമാണ് ഇതെല്ലാം. ഇത് ദൃഷ്ടാവിൽ നിന്ന് അന്യമായി ഇല്ലെങ്കിൽ പിന്നെ ദൃഷ്ടാവിൽ നിന്ന് അന്യമായിരിക്കുന്നതിന് പ്രാപിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അന്യമായിരിക്കുന്നതുകൊണ്ടാണ് അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. കാലദേശങ്ങളെല്ലാം മറികടന്ന് ഓരോന്നിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം അന്യമായിരിക്കുന്നുണ്ട്. ഇവിടെ ബോധം എന്താണ്? ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ല. പിന്നെ ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ലെങ്കിൽ പിന്നെ ആരാരെ പ്രാപിക്കാനാണ്? അവൻ സർവത്തെയും പ്രാപിച്ചു കഴിഞ്ഞു. എങ്ങനെ? ദൃഷ്ടസ്വരൂപമാണെന്നുള്ള ബോധം കൊണ്ട്. ഇവിടെ വിവൃത്തമായിരിക്കുന്ന സർവവും അധിഷ്ഠാന സ്വരൂപമാണെന്ന് ബോധത്തിൽ പിന്നെ പ്രാപിക്കാനൊന്നും അവശേഷിക്കുന്നില്ല. ലോകങ്ങളില്ല, വൈകുണ്ഠമില്ല, കൈലാസമില്ല, ഭൂലോകമില്ല, അങ്ങനെയുള്ള ഒരു ലോകങ്ങളുമില്ല. അധിഷ്ഠാനത്തിൽ നിന്ന് അന്യമായൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ സർവഭാവാപത്തി, സർവഭാവപ്രാപ്തി വന്നു കഴിഞ്ഞു. ആണ് തത്വജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ആ തത്വജ്ഞാനം ഇല്ലാത്തവന് ഈ ഫലമില്ല. അതുകൊണ്ട് അവൻ പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വേറൊരു ഭാവത്തിൽ പറയും തസ്യ പ്രാണ ന ഉത്ക്രാമന്തി എന്നെല്ലാം പറയും. അവന്റെ പ്രാണൻ ഉത്ക്രമിക്കുന്നില്ല. അന്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പ്രാണൻ അതിനുവേണ്ടി ശ്രമിക്കത്തുള്ളൂ. ഉത്ക്രമിക്കണം, അവിടെ പോകണം, അത് പ്രാപിക്കണം. ഇവിടെ അന്യമായി ഇല്ല. പിന്നെ പ്രാപിക്കുന്ന എങ്ങനെ? പ്രാപിക്കാനായിട്ടൊന്നും അവശേഷിക്കുന്നില്ല. ഇതം സർവം യദയം ആത്മാ. ആ ബോധത്തിൽ അവനിൽ സർവഭാവാപത്തി എന്ന് പറയുന്നത് സ്വതസിദ്ധമായി. അങ്ങനെ ഒരു അവസ്ഥാന്തരത്തെ പ്രാപിക്കുകയോ ജ്ഞാനത്തിലൂടെ അങ്ങനെ ഒരു സ്ഥാനത്ത് ചെന്ന് എത്തിച്ചേരുകയോ ഒന്നുമല്ല. അങ്ങനെയുള്ള സർക്കസുകളൊന്നും ഉണ്ടാക്കുന്നതല്ല ജ്ഞാനമെന്ന് പറയുന്നു. അതെല്ലാം കർമ്മങ്ങളാണ്. കർമ്മങ്ങളിലൂടെയാണ് പ്രാപ്തിയും മറ്റും സംഭവിക്കുന്നത്. ജ്ഞാനത്തിലൂടെ സംഭവിക്കുക എന്ന് പറയുന്നത് ആ സർവഭാവ ആപത്തിക്ക് തടസ്സമായിരുന്ന അജ്ഞാനാദി ദോഷങ്ങളും മാറ്റുന്നു, അത്രയേ ഉള്ളൂ. വെളിച്ചത്തിന്റെ സഹായത്തിൽ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണുക എന്ന് പറഞ്ഞാൽ വെളിച്ചം ആ വസ്തുവിൽ ഒന്നിനെയും ആധേയം ചെയ്യുന്നില്ല. എന്തിനെങ്കിലും ഒന്നിനെ അവിടെ കൂട്ടിച്ചേർക്കുന്നില്ല. മറിച്ച് ചക്ഷുരേന്ദ്രിയത്തിന്റെ സ്വഭാവമാണ് വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ അത് പ്രകടമാകുന്നു, പ്രകാശിക്കുന്നു. പുതുതായി ഒന്നിനെ അവിടെ കൂട്ടിച്ചേർക്ക് അല്ല ചെയ്യുന്നത്. അതുപോലെ ഇവിടെ സർവഭാവ ആപത്തി എന്ന് പറയുന്നത് ആപത്തൊന്നും സംഭവിക്കുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ. ബ്രഹ്മജ്ഞാനം തലയ്ക്ക് പിടിച്ച് വഷളാകത്തൊന്നുമില്ല. അങ്ങനെയുള്ള അപകടമൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. മറ്റു പലതും തലയ്ക്ക് പിടിച്ച അപകടം ഉണ്ടാവും. അങ്ങനെയുള്ള സാധനമല്ല ഇത്. ഇനി സർവഭാവ ആപത്തി സാധനം എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും ബാക്കിയെല്ലാം ഉണ്ടായി, ആ ആപത്തി മാത്രം ഉണ്ടായില്ലല്ലോ, അതെന്താ സ്വാമി ഉണ്ടാകത്തെ, എന്നാ ഇനി അതുണ്ടാകുന്നു? ഇവിടെ പറയുന്നത് തലയ്ക്ക് വെളിവ് വരുന്ന കാര്യമാണ്, വേറൊന്നും പറയുന്നില്ല. വേറെ എന്തെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. മനുഷ്യന്റെ തലയ്ക്ക് വെളിവുണ്ടാകുന്ന എങ്ങനെയെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതിനപ്പുറം വേറെ എന്തെങ്കിലും സംഭവിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത കടയിൽ അന്വേഷിക്കണം. ചിലപ്പോൾ അവിടെ കിട്ടും. വേറെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇവിടെ ഭാഷ്യത്തിൽ അത് കിട്ടത്തില്ല. ഇതമേവ ആത്മജ്ഞാനം സർവഭാവാപത്തി സാധനം. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇതം അമൃതം യത് മൈത്രേയേ അമൃതത്വ സാധനമുക്തം ആത്മവിജ്ഞാനം ഇതം തദമൃതം. അവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു. അയമേവ യോയം ആത്മാ ഒന്ന് ആദ്യം പറഞ്ഞു.
അത് കഴിഞ്ഞ് പറയുന്നു ഇതം അമൃതം, അത് കഴിഞ്ഞ് പറയുന്നു ഇതം ബ്രഹ്മ, അത് കഴിഞ്ഞ് പറയുന്നു ഇതം സർവം. ഇതിനെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി ഒന്നാക്കിയാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്.